അന്ന് നിമിഷ വിജയൊക്കെ വന്നു. ഇപ്പൊ നിമിഷ വിജയൊക്കെ രേണുവിനെതിരെ വീഡിയോ ചെയ്യുന്നുണ്ടോ? ചെയ്യട്ടെ, ആരാണ് ചെയ്യട്ടെ. ഞാന് നിങ്ങൾക്കൊക്കെ അറിയാലോ, എന്റെ പപ്പായ്ക്കും അമ്മയ്ക്കും എന്തായാലും അവർക്ക് അസുഖമൊക്കെ, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ രണ്ട് മക്കളെ നോക്കണേ, നമ്മൾ ഇറങ്ങണം. അപ്പൊ ഇവര് ഇതിനെതിരെ പറയുന്നവര് പറയട്ടേന്നെ. ഈ പറയുന്നവർക്കൊക്കെ ഭർത്താവും അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പിന് ആൾക്കാരൊക്കെ ഉള്ളവരായിരിക്കും പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ ആളില്ല. അപ്പൊ ഞാൻ ഇറങ്ങിയാൽ മാത്രമേ, നിങ്ങൾക്കറിയാലോ ഒരു ശരാശരി ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് അറിയാം അല്ലെ. ഭയങ്കര കഠിനമായിട്ടുള്ള ഇതിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം എന്താ പറയാ, അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു അല്ല അഭിനയമാണല്ലോ എന്തായാലും ജോലി ചെയ്ത് ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് പ്രശ്നമാണെങ്കിൽ അവരിരുന്ന് പറയട്ടെ, അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് പറയട്ടെ എന്ന് ഞാൻ പറയുന്നത്. അവരെ ആരെയും ഇപ്പൊ ഈ പറഞ്ഞ ഇവരെ പോലും ഞാൻ കുറ്റം പറയാറില്ല. എനിക്ക് താല്പര്യമില്ല കുറ്റം പറയാൻ. ഞാൻ കുറ്റം നിമിഷ പറഞ്ഞാൽ വിജയനെ അവർക്ക് പോലുള്ള ആൾക്ക് രേണുവിനെ വിമർശിക്കാൻ തരത്തിലൊരു ഇതുണ്ടോ? അത് അവര് ചിന്തിക്കണം, സ്വയമേ ചിന്തിക്കണം. ഞാനല്ല ചിന്തിക്കണം. എനിക്ക് അവരുടെ അവരോട് ഒരു വീഡിയോയും കുഴപ്പമില്ല. കാര്യങ്ങളും അവർ ചെയ്യുന്ന കണ്ടന്റ് കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അതെ അതെ, തീർച്ചയായിട്ടും കാണുന്നതായിരുന്നു. ഇപ്പം കാണുന്നില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെന്നില്ല, കണ്ടിട്ടുണ്ട്. അപ്പം അവര് റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെ. ഇപ്പോൾ രേണുസുതി ഉണ്ടായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം കറക്റ്റ് തന്നെയാണ്. ഇങ്ങനെ വേണം തീരുമാനിക്കാൻ വേണ്ടി. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഉണ്ടെങ്കിൽ അതും കേട്ടോണ്ട് ഉടനെ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് അടിയുണ്ടാക്കാൻ പോവുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടുന്നതും അതിനേക്കാൾ ബെറ്ററാണ് ഇത് തന്നെ. വേണ്ട, എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല, ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ട്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നിൽക്കുക എന്നുള്ള രീതിയിൽ പറയുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരും ഉണ്ടെങ്കിൽ രേണുസുതിയെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. ആ ഒരു സ്ഥാനത്തുണ്ടെങ്കിൽ എനിക്ക് തനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല, അവരെന്ത് വേണമെങ്കിലും പറയട്ടെ എന്നുള്ള ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് കറക്റ്റ്. അപ്പോൾ നേരത്തെ ഇതൊക്കെ എടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ല. അതിന് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് എന്തെങ്കിലും പറയുമ്പോൾ അതിന് റിയാക്ട് ചെയ്ത് അതായിരുന്നു കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നം വഷളായി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടേ ഇരുന്നത്. ഇത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്.